കാലത്തിനൊപ്പം ഇനി നമുക്കും സ്മാർട്ടാകാം. മൈജി, ഇന്ത്യയിലെ അതിവേഗം വളരുന്ന ഡിജിറ്റൽ റീറ്റെയിൽ നെറ്റ്വർക്ക്. There is a good news. DSL നമ്മുടെ പ്രോജക്റ്റ് കൺഫേം ചെയ്തു and RFP കൺഫേം ആയി. നൈസ്, സൂപ്പർ വിപി. Yeah, we have to start on this as soon possible. അപ്പോൾ നാളെ രാവിലെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. എന്താ നാളെയോ? ഇത് 3 ദിവസത്തിനകം കൊടുക്കണം. PRM-ഉം കമേഴ്ഷ്യൽസും ഇന്ന് നൈറ്റ് തന്നെ പോണം. പ്ലീസ് ഇന്ന് തന്നെ ഫിനിഷ് ചെയ്ത് തരണം. ഇന്ന് തന്നെ കൊടുക്കണമെന്ന് പറഞ്ഞാൽ എങ്ങനെയാ വിപി? ഇപ്പൊ തന്നെ ലേറ്റ് ആയില്ല. It's a 1 million worth project. I want it today. Get it done. DSL RFP പ്രോഡക്റ്റ് റോഡ് മാപ്പുടെ കൊമേഴ്ഷ്യൽ ഇന്ന് തന്നെ വേണമെന്ന്. ഇന്നോ? അതെ. ഇപ്പോ ഇത് നിന്നോട് ചെയ്യാൻ പറഞ്ഞിട്ട് അതിലൊരു ചെറിയ എറർ വന്നാലും അതിനെ എസ്കലേറ്റ് ചെയ്തിട്ട് നിന്നെ കോർണർ ചെയ്യോള്. വീണ്ടും പഴയതുപോലെ. വീട്ടിൽ വരാൻ ലേറ്റ് ആവുമെന്ന് പറയാൻ ഞാൻ കുറേ നേരം അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹം ഫോൺ എടുക്കുന്നില്ല. ഒന്ന് പോയി നോക്കാൻ പറ്റുമോ പ്ലീസ്? പ്ലീസ് പ്ലീസ് എന്നൊക്കെ എന്തിനാ പറയുന്നേ? ഓഫ് കോഴ്സ് ഇപ്പൊ തന്നെ പോവാ. നിങ്ങൾക്ക് കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എടുത്തില്ല എന്ന് പറഞ്ഞു. അവള് ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ കുറച്ച് വൈകും, അതുകൊണ്ട് എത്താൻ കുറച്ച് ലേറ്റ് ആകുമെന്ന് പറഞ്ഞു. ഇറങ്ങുന്നതിന് മുന്നേ അവള് നിങ്ങളെ വിളിച്ചോളൂ. ഓക്കെ, ഇതിനെ ഒരു ലേണിംഗ് പ്രോസസ്സായിട്ട് എടുക്കണം. ജോളിയായിട്ടിരിക്കണം. രാവിലെ നോക്കൂ, അഭിനന്ദന പ്രവാഹമായിരിക്കും. അമ്മേ, ഇത്രയും സമയത്തിനിടയ്ക്ക് ഇപ്പോഴെ തന്നെ മുഖത്തൊരു ചിരി കാണുന്നേ. എപ്പോഴും ഇങ്ങനെ ആയിരിക്കണം കേട്ടോ. വളരെ റിലാക്സ് ആയിരിക്കണം. പോവല്ലേ? ശരി, പൊയ്ക്കോ. താങ്ക്സ് ഗൗതം, ഞാൻ വരട്ടെ. ഗുഡ് നൈറ്റ്. ഓക്കെ. താങ്ക്സ് അഗൈൻ. ഓഫീസിൽ വർക്ക് തീരാനായിട്ട് പെട്ടെന്ന് വിളിച്ച് ഒരു പ്രപ്പോസൽ റെഡിയാക്കാൻ പറഞ്ഞു. എനിക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റിയില്ല. അതാ വേറെ വഴിയില്ലാതെ ഇരുന്ന് ചെയ്തു തീർക്കേണ്ടി വന്നത്. സോറി ഏട്ടാ.
ഹായ് സാൻഡ്വിച്ച്. അമ്മ സോക്സ് എവിടെ അമ്മ? മോളുടെ കബോർഡിൽ ഇരിപ്പുണ്ട്, നോക്ക്. കഴിക്ക്. കിട്ടിയായിരുന്നോ? ആ കിട്ടി അമ്മ. ആദു, ഇന്ന് ടെന്നീസ് ക്ലാസ് ഉണ്ട്, റാക്കറ്റ് എടുത്ത് വെക്ക. ആ ഓക്കേ അമ്മ. ഗുഡ് മോർണിംഗ് കുഞ്ഞാവേ. ഗുഡ് മോർണിംഗ് അച്ഛാ. അച്ഛാ സാൻഡ്വിച്ച് കഴിക്കുന്നോ അച്ഛാ? നീ കഴിക്കുമോനെ, ഞാൻ പിന്നെ കഴിച്ചോളാം. കഴിക്കുമോനെ. കോഫി. അമ്മ തല കെട്ടിത്താമ്മ. ഇങ്ങി വാ. ഇതെന്താ മോനെ കാണിക്കുന്ന? കഴിക്ക് വേഗം. ഇരിക്ക്. അമ്മ ഉം. ഞാൻ ഉറങ്ങുന്നതിന് മുന്നേ എന്താ വരാത്തെ? അതൊന്നുമില്ല മോളെ, അമ്മയ്ക്ക് ഇന്നലെ ഓഫീസിൽ നിറയെ ജോലി ഉണ്ടായിരുന്നു, അതെല്ലാം തീർത്തിട്ട് ഇറങ്ങിയാ മതി എന്ന് പറഞ്ഞു. അതുകൊണ്ടാ. സോറി, ഇനി മോൾ ഉറങ്ങുന്നതിന് മുന്നേ വരാട്ടോ. ഓക്കെ? പെട്ടെന്ന് കെട്ടമ്മ. ഏട്ടാ, കോഫി പകുതിയെ കുടിച്ചു തീർത്തിട്ടുള്ളൂ. ഉം. ഞാൻ ഇന്നലെ സംസാരിക്കാനായിട്ട് വന്നിരുന്നു. ഏട്ടൻ ഉറങ്ങിപ്പോയി. ആക്ച്വലി പ്രപ്പോസൽ തീർത്തു കൊടുത്തിട്ട് വീട്ടിലേക്ക് പോയാൽ മതിയെന്ന് പറഞ്ഞു. അതാ വരാനായിട്ട് ലേറ്റ് ആയത്. നീ എന്താ സ്കൂൾ കുട്ടിയാണോ? ആ, ക്ലാസ് വർക്ക് കഴിഞ്ഞിട്ട് പോയാ മതി എന്ന് പറയാൻ? ആ? അയ്യോ, അങ്ങനെയല്ല, ഞാൻ വീട്ടിലിരുന്ന് ചെയ്യാന്ന് പറഞ്ഞതാ. പക്ഷേ ലാപ്ടോപ്പ് ഇതുവരെ അസൈൻ ചെയ്യാത്തതുകൊണ്ട് അവിടെ ഇരുന്ന് തീർക്കേണ്ടി വന്നതാ. അഭിരാമി, ഐ നോ ഹൗ ഇറ്റ് വർക്ക്സ്. നീ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ട കാര്യമൊന്നുമില്ല. ബട്ട് എനിക്കൊരു കാര്യം മനസ്സിലാവുന്നില്ലല്ലോ, നീ ഫ്രഷർ അല്ലേ? അപ്പോഴേക്കും എന്തിനാ ഈ പ്രപ്പോസൽ എല്ലാം ചെയ്യാൻ പറയുന്നേ? പിന്നെ ഈ പ്രപ്പോസൽ ചെയ്യാൻ സോഴ്സ് വേണം, നിറയെ ഇൻപുട്സും വേണം. ഓവർനൈറ്റിൽ എങ്ങനെയാ പ്രപ്പോസൽ ചെയ്യുന്നേ? അത് നിന്റെ പ്രശ്നം, അതൊരിക്കലും എന്റെ പ്രശ്നമേ അല്ല. പക്ഷെ എന്റെ സ്റ്റാൻഡ് ഞാൻ അങ്ങ് ക്ലിയർ ചെയ്തേക്കാം. നീ ജോലിക്ക് പോകുന്നതിനെ കുറിച്ച് എനിക്കൊരു ഒപ്പീനിയനും ഇല്ല. പിന്നെ ഞാൻ പറഞ്ഞ നീ കേൾക്കാനും പോകുന്നില്ല. ഇല്ല, ഞാൻ ഇനഫ്. പിന്നെ വേറൊരു കാര്യം, നീ ജോലിക്ക് പോകുമ്പോ വീട്ടിലെ കാവൽ ദൈവം പോലെ ഇരിക്കുമെന്ന് നീ സ്വപ്നത്തിൽ പോലും വിചാരിക്കേ വേണ്ട. ഇത് ഞാൻ ലാസ്റ്റ് ആയിട്ട് പറയുവാ. ജോലിക്ക് പോകുന്ന നിന്റെ ഇഷ്ടം, ഞാനത് തടയില്ല. ബട്ട് ജസ്റ്റ് ഡോണ്ട് ടേക്ക് മീ ഫോർ ഗ്രാന്റഡ്. ഞാൻ വേണമെന്ന് വെച്ചിട്ടല്ല. നമ്മള് റെഡി ആയച്ചാ, പോവാ അച്ഛാ നമുക്ക്. ഇനി ഡ്രോയിങ് ക്ലാസ്, ടെന്നീസ് ക്ലാസ്, എന്ത് ക്ലാസ് ആണെങ്കിലും ശരി, എനിക്ക് എവിടെയും കൊണ്ടുപോകാൻ പറ്റില്ല. നിനക്ക് വേണമെങ്കിൽ നീ കൊണ്ടുവയ്ക്കോ. അവർക്കും പോകണമെന്ന് ആഗ്രഹമൊന്നുമില്ല. ഹായ്, ടെന്നീസ് ക്ലാസ്സിൽ പോണ്ടേ? അപ്പൊ ഡാൻസ് ക്ലാസ്സും ഇല്ലല്ലേ അമ്മ? അതിന് കുട്ടികളുടെ ക്ലാസ്സുമായിട്ട് ഇതിന് എന്താ ബന്ധം? എനിക്ക് ഡ്രൈവർ ജോലി പറ്റില്ല, അത് തന്നെ. നിനക്ക് വേണമെങ്കിൽ നീ വേറെ അറേഞ്ച് ചെയ്യടി. പിന്നെ പിള്ളേരെ സ്കൂളിൽ കൊണ്ടുവന്ന് വിടാനും തിരിച്ച് വിളിച്ചുകൊണ്ടുവരാനും മാത്രമേ എന്നെ കൊണ്ട് പറ്റൂ. അല്ലാതെ ഒന്നും ചെയ്യില്ല ഞാൻ. പിന്നെ ഇതെല്ലാം എനിക്ക് ജോലി കിട്ടുന്നവരെ മാത്രമേ പറ്റൂ. അത് കഴിഞ്ഞ് എന്ത് വേണമെന്ന് നീ തന്നെ ആലോചിച്ച് തീരുമാനിക്കുക. അതിനുശേഷം ഡിസൈഡ് ചെയ്യേ ഏത് ക്ലാസ്സിന് വിടണമെന്ന്. ഇപ്പൊ എന്നെ കൊണ്ട് എന്തായാലും പറ്റില്ല. പാടാ. ആ വി പി ഇല്ലേ, അവളോടൊരു ഡൗട്ട് ചോദിച്ചതാ. അതിന് അവളിങ്ങനെ എന്നെ ഒരുമാതിരി പറഞ്ഞത്. ലോക്കി അങ്ങോട്ട് നോക്ക്. എന്താ? നോക്കിയായിരുന്നോ? ഹായ്. ആ ഗൈസ്, ആർക്കെ ഒരു മീറ്റിംഗിലായി പോയി. സോ നമുക്കങ്ങ് തുടങ്ങാം. ഐ ഹാവ് എ ഗുഡ് ന്യൂസ് ടു ഷെയർ. DSL നമ്മളൊരു പ്രപ്പോസൽ കൊടുത്തിരുന്നു. ഓഫ് കോഴ്സ് അഭിരാമി ഓവർനൈറ്റിൽ അത് തീർത്തുകയാണ്. ആൻഡ് ക്ലയന്റിന് നമ്മുടെ പ്രപ്പോസൽ ഇഷ്ടപ്പെട്ടു. ആൻഡ് DSL പ്രോജക്റ്റ് ഒഫീഷ്യലായിട്ട് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ലിസൺ, ക്ലയന്റ് ഫീഡ്ബാക്കും പറഞ്ഞിട്ടുണ്ട്. ഇൻഫാക്ട് ദേ സർപ്രൈസ്ഡ്. ഓരോ ഡീറ്റെയിൽസും റിയലിസ്റ്റിക് ആൻഡ് ക്ലിയർ ആൻഡ് വെരി വെരി ഹാപ്പി അബൌട്ട് ദാറ്റ്. ഓ
ദാറ്റ്സ് നൈസ്. ഇറ്റ്സ് എ വണ്ടർഫുൾ ന്യൂസ് ഗൈസ്. ഗൗതം, യാ, ഇത്രയ്ക്കും വിസ്തരിച്ച് പറയേണ്ട കാര്യമില്ല. ജസ്റ്റ് കട്ട് ടു ദ പോയിന്റ്. പ്രപ്പോസൽ ചെയ്യുന്നതൊന്നും വലിയ കാര്യമൊന്നുമല്ല. അതിൽ സ്പെസിഫൈ ചെയ്യുന്ന ഫിഗേഴ്സ് തൊട്ട് ഡീവിയേറ്റ് ചെയ്യുന്നത് കറക്റ്റ് ആയിരിക്കണം. ആൻഡ് കോസ്റ്റ് അല്പം പോലും തെറ്റിയാ പ്രശ്നമായിരിക്കും. ഒന്ന് പോടി ഇറങ്ങി. വി നീഡ് ടു വർക്ക് ഹാർഡ് ആൻഡ് സ്മാർട്ട് അറ്റ് ദിസ്. യെസ്, ഷീസ് അബ്സല്യൂട്ട്ലി റൈറ്റ്. സോ ആസ് വി so guys, moving on. So DSL project is on. Loki, what about you? So usually what happened to this? We will produce to VP and she will produce it and we will start to working. That's it. So then that's it. Let's get on to the project. So all happy? Yeah. Gautam, celebration. മിണ്ടാതെ വാടാ. Control all delete. എന്താടി നീ ഫോൺ ചെയ്താ എടുക്കാത്തെ? അമ്മേ ഞാൻ എന്ത് ചെയ്യുവാ? മാഡം അത്ര ബിസി. കാര്യം എന്താന്ന് പറയാമേ? നീ എങ്ങനെ ഫോൺ എടുക്കും? അതിന് ഓഫീസിലല്ലേ നീ? അമ്മേ വലിയ ആളായി പോയല്ലേ? എല്ലാ തീരുമാനങ്ങളും സ്വയം എടുക്കാവുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ ആയി അല്ലേ? എങ്ങനെ അടി ഇത്രയും വർഷം പ്രസവിച്ച് വളർത്തിയിട്ട് അവിടെ എത്തിയപ്പോഴേക്കും എല്ലാം മാറിപ്പോയോ? കേക്കുന്നില്ലേ നീ? അബി നിന്നോടാ വാ തുറന്ന് വല്ലതും പറയൂ. അമ്മേ അമ്മ അമ്മയെന്ന് വിളിച്ച് കൂടുതലൊന്നും വിളമ്പണ്ട നീ. നാവെടുത്താ കള്ളം പറയാനും പഠിച്ചിരിക്കുന്നു. ഞാൻ എന്ത് കള്ളോ പറഞ്ഞ അമ്മേ? സത്യം പറയാതിരിക്കുന്നതും കള്ളം തന്നെയാ. ഇത്രയും നാള് നീ ജോലിക്ക് പോയ കാര്യം എന്നോട് എന്താ പറയാതിരുന്നേ? നീ എങ്ങനെ പറയും? മുതിർന്ന ആളുകളെ ബഹുമാനിക്കാൻ അറിയാമെങ്കിലല്ലേ പറയൂ. കൗസല്യ പറഞ്ഞപ്പോ ഞങ്ങൾക്ക് എങ്ങനെ വന്നു എന്നറിയാമോ? അമ്മ പറയാതിരിക്കാനായിട്ട് ഒന്നുമില്ല അമ്മേ. എടി വീട്ടിൽ കുട്ടികളെ നോക്കുന്നത് വിട്ടിട്ട് എന്ത് ജോലി ചെയ്ത് മലമറിക്കാൻ പോവാ നീ ഇപ്പൊ? കുട്ടികളെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോകാൻ എങ്ങനെ മനസ്സ് വന്നടി നിനക്ക്? ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അച്ഛനും അമ്മ അറിയാതെ എപ്പ നീ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയോ അന്ന് മുതൽ കാര്യങ്ങൾ കൈവിട്ടു തുടങ്ങി. നീ എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോ. കുട്ടികൾ നീ കാരണം വിഷമിക്കരുത്. ആദ്യം കുട്ടികളെ കൊണ്ടുവന്ന് ഇവിടെ വിടും. ഞങ്ങൾ നോക്കിക്കോളാം അവരെ. അമ്മേ എന്തിനിങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഇനി നീ സംസാരിക്കരുത് അബി. പിള്ളേര് നിന്നെ കണ്ട് മോശമായി ഒന്നും പഠിക്കരുത്. അവരെ ഇവിടെ കൊണ്ടുവന്ന് വിട്ടിട്ട് നിനക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും ചെയ്തോ. കുട്ടികളെ ഇങ്ങ് കൊണ്ടുവരണം. ദേ നോക്കമ്മേ, അതെന്റെ കുട്ടികളാ. അവരെങ്ങനെ നോക്കണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ചേട്ടനാ എല്ലാത്തിനും കാരണം. വലിശ ഈസ് ഗ്രേറ്റ്. കഥക് തുറന്ന കിടക്കുന്ന വല്യേച്ച ആ മോളെ, സുഖമാണോ? എപ്പോഴാ വന്ന വല്യേച്ച? ഞങ്ങൾ വന്നിട്ട് 2 മണിക്കൂറായി. നീ ബിസിയല്ലേ? അതാണ് മോൻ. നീ വന്നു കഴിഞ്ഞ് സംസാരിക്കാന്ന് പറഞ്ഞു. വല്യമ്മ എങ്ങനെ ഇരിക്കുന്നു? വാ അമ്മ. അമ്മ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നേ? അതെന്താ മോനെ, ഞാൻ തന്നാ നീ കോഫി കുടിക്കില്ലേ? അയ്യോ അങ്ങനെയൊന്നും അല്ല. എന്തിനാ വെറുതെ കഷ്ടപ്പെടുന്നെന്നാ ചോദിച്ചേ? എനിക്ക് എന്ത് കഷ്ടപ്പാടാ മോനെ? കഷ്ടപ്പാടൊക്കെ ഇപ്പൊ അനുഭവിക്കുന്ന നീയല്ലേ? ഞാൻ ഫ്രഷ് ആയിട്ട് വരാം വല്യേച്ച. Stone, paper, scissors. Stone, paper, scissors. ആദ്യം മോളെ, ആദം മോനെ, എന്താ ചെയ്തോണ്ടിരിക്കാ? കളിക്കാണോ? ഇതാ മക്കളെ, രണ്ടുപേരും പാല് കുടിക്ക്. അമ്മേ ഞാൻ പറയുന്നൊന്ന് കേക്കമ്മേ. 2 പേരും പാല് കുടിക്കേട്ടോ. ഞാൻ അമ്മൂമ്മയോട് സംസാരിച്ചിട്ട് വരാം. കുടിക്കും. അമ്മേ ഞാൻ
ഞാൻ പറയുന്ന ഒന്ന് കേക്കമ്മേ. അതേടി അതെ, ഇനിയിപ്പൊ നീ പറയുന്നതാണല്ലോ ഞങ്ങൾ കേൾക്കേണ്ടത്. പറഞ്ഞോ, എന്താടി മിണ്ടാതിരിക്കുന്നേ? പറയ്, നീ കേട്ടോളാം ഞാൻ. അങ്ങനെയൊന്നും അല്ല അമ്മേ. അങ്ങനെ ഇല്ലെന്ന് വെച്ചാ, ഒരു കുഞ്ഞിനെ പ്രസവിച്ച് അതിനെ കഷ്ടപ്പെട്ട് ഇത്രയും വളർത്തിക്കൊണ്ട് വന്നപ്പോ എന്റെ കുട്ടികളെ എനിക്ക് നോക്കാൻ അറിയാന്നവള് പറയുന്നു. എല്ലാം ഞങ്ങൾക്ക് കിട്ടിയ വരം, അല്ലാതെ ആരെ പറയാനിപ്പോ? അതൊന്നും അല്ല അമ്മേ. അതല്ലെങ്കി പിന്നെങ്ങനെ? എന്റെ കുട്ടികളെ എനിക്ക് വളർത്താൻ അറിയാവുന്ന പറഞ്ഞ ഞങ്ങളൊന്നും ഇല്ലാതാണോ നീ നിന്റെ പിള്ളേരെ പ്രസവിച്ച് വളർത്തിയത്? ഈ കുടുംബത്തിൽ ജനിച്ച പിള്ളേരെല്ലാരും തന്നെ ഇങ്ങനെ തന്നെയാണെന്നാ തോന്നുന്നത് എനിക്ക്. അവൻ എവിടേക്കോ പുറപ്പെട്ടു പോയി, നീയാണെങ്കിലോ പറയുന്ന അനുസരിക്കുന്നുമില്ല. നിന്റെ വല്യച്ഛനോട് ആ കൗസല്യ എന്താ ചോദിച്ചെന്ന് അറിയാമോ നിനക്ക്? അതോടെ തകർന്നു പോയി ആ മനുഷ്യൻ. അമ്മേ, പക്ഷെ ഈ സത്യം മൂടി വെക്കുന്നതും കള്ളം പറയുന്നതും ഇതെല്ലാം നീ എവിടെന്നാടി പഠിച്ചോണ്ട് വന്നത്? നിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം? നിന്റെ ഭർത്താവ് ഒരു പാവമായിപ്പോയി. അതുകൊണ്ടല്ലേ നീ അവന്റെ തലേ കയറി നിരങ്ങിക്കൊണ്ടിരിക്കുന്നേ. അമ്മ, എന്താ മോളെ? ക്ലാസ്. ഇങ്ങിതാ. കുട്ടികളെ എത്ര സ്നേഹത്തോടെ വളർത്തണമെന്ന് അറിയാമോ? അവരോട് കളിക്കുന്നത്, അവർക്ക് ആഹാരം കൊടുക്കുന്നത്. ഞങ്ങൾ ചെയ്ത പുണ്യ ഞങ്ങളുടെ മരുമകൻ. ഞങ്ങൾ ചെയ്ത പാപം ഇതുപോലൊരുത്തി. കരയിപ്പിച്ചില്ലേ നീ? സാരമില്ല അമ്മ. അമ്മ, ആദ്യമോളെ വാ. അനിയന്റെ കൂടെ കളിച്ചു കഴിഞ്ഞോ? ആരാ ജയിച്ചേ? ആക്ച്വലി ഞാനാ ജയിച്ചേ. പക്ഷെ ആദവുണ്ടല്ലോ കള്ളത്തരൊക്കെ കാണിച്ചങ്ങ് ജയിച്ചു കളഞ്ഞു. എന്താ മോളെ ഇത്? അമ്മ, അമ്മൂമ്മ കുറെ വഴക്ക് പറഞ്ഞോ? എന്താ മോളെ? ഞാൻ കിച്ചണിലോട്ട് വന്നില്ലേ, അപ്പൊ അമ്മൂമ്മ വഴക്ക് പറഞ്ഞോണ്ടേ ഇരിക്കുവായിരുന്നു. അതുകൊണ്ടാ ചോദിച്ചേ. അതൊന്നുമില്ല മോളെ, അമ്മൂമ്മ വഴക്കൊന്നും പറഞ്ഞില്ല, നോർമലായിട്ടാ സംസാരിച്ച. ഞാൻ കണ്ടതാ. ഇപ്പൊ നോക്ക്, അമ്മ മോൾക്ക് ഇത് നല്ലത് ഇത് ചീത്ത എന്നൊക്കെ പറഞ്ഞു തരാറില്ലേ? അതുപോലെയാ അമ്മൂമ്മ അമ്മയ്ക്ക് ഏതാ നല്ലത് ഏതാ ചീത്തയെന്ന് പറഞ്ഞു തന്നതാ. മനസ്സിലായോ? ഞാൻ ചെറിയ കുട്ടിയല്ലേ, അതുകൊണ്ടല്ലേ എനിക്ക് അമ്മ പറഞ്ഞു തരുന്നേ. പക്ഷെ അമ്മ വലിയ കുട്ടിയല്ലേ, അമ്മയ്ക്ക് എല്ലാം അറിയാലോ. പിന്നെന്തിനാ ഇപ്പോഴും പറഞ്ഞോണ്ടിരിക്കുന്നേ? ഇത് നോക്ക് മോളെ, നീ സ്മോൾ ഗേൾ ആണെങ്കിലും ബിഗ് ഗേൾ ആണെങ്കിലും നീ എന്റെ കുഞ്ഞല്ലേ. അതുപോലെ അമ്മയ്ക്ക് എത്ര വയസ്സായാലും അമ്മൂമ്മയ്ക്ക് ഞാനൊരു കൊച്ചുകുട്ടി തന്നെയാ. മനസ്സിലായോ? അതുകൊണ്ടാ അമ്മൂമ്മ ഇതെല്ലാം പറയുന്നേ, കേട്ടോ? അമ്മ ഇത്രയും സ്വീറ്റ് ആയിട്ട് സ്നേഹത്തോടെ അല്ലേ എന്നോട് സംസാരിക്കുന്നേ. പക്ഷെ അമ്മൂമ്മ എപ്പോഴും ദേഷ്യത്തിലല്ലേ അമ്മയോട് സംസാരിച്ചോണ്ടിരിക്കുന്നേ. ഇല്ല എന്റെ പൊന്നുമോളെ, അമ്മൂമ്മ എന്നോട് ദേഷ്യപ്പെട്ടില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ, നോർമലായിട്ടാ സംസാരിച്ചേ. ശരി, നമുക്കിനി വീട്ടിലെ കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് ഇന്ന് സ്കൂളിൽ എന്തൊക്കെയാ ഉണ്ടായെന്നൊന്ന് പറയാമോ? ഒരു മിനിറ്റ്. വാവ്, അതു ഇത് മോളാണോ വരച്ചേ? ഞാൻ തന്നെയാ വരച്ചത്. മോള് സൂപ്പർ ആയിട്ട് വരച്ചിരിക്കുന്നെ. ഇനി നമ്മുടെ സ്റ്റോറി ടെല്ലിംഗ് ക്ലാസ്സിലുണ്ടല്ലോ ഒരു കഥ പറഞ്ഞു തന്നായിരുന്നു. ഫുൾ കോമഡി. പറ പറ പറ. ഇതുപോലെ ഡെയിലി എനിക്ക് കഥ പറഞ്ഞു തരണം, കേട്ടോ? ശരി, നമുക്കിനി സംസാരിച്ചത് മതി. രണ്ടുപേർക്ക് ഹോംവർക്ക് ഇല്ലേ, അത് എഴുതിയാലോ? ഇവിടെ ഇരിക്കും. നിങ്ങൾ ഹോംവർക്ക് ചെയ്ത് തീരുമ്പോഴേക്കും അമ്മ ഡിന്നർ ചെയ്തിട്ട് വിളിക്കാം, കേട്ടോ? വെക്കോ. ഇവിടെ ഇരിക്കാം. ഒരുപാട് ലേറ്റായി, പെട്ടെന്ന് ആഹാരം ഉണ്ടാക്കണം. ആരാ അമ്മേ? മരുമോൻ ആഹാരം ഓർഡർ ചെയ്തെന്ന്. ആ, എത്രയായി? ഓൺലൈൻ പേയ്മെന്റ് ചെയ്തു ആ വേണം. ശരി, ഓക്കെ. താങ്ക്സ്. വെൽക്കം.
അതെ, ഡിന്നർ ഓർഡർ ചെയ്തായിരുന്നോ? ആ അതെ. വന്നായിരുന്നോ? വന്നിട്ടുണ്ട്. എന്തിനേട്ടൻ ഇതൊക്കെ ഓർഡർ ചെയ്തത്? ഞാൻ ഉണ്ടാക്കുമായിരുന്നല്ലോ. സാരമില്ല. നീ ജോലിക്ക് പോയി വന്നതുകൊണ്ട് ടയർഡ് ആയിരിക്കുന്നേ. നീ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അതുപോലെ നിന്റെ ഫാമിലി ഒക്കെ വന്നിരിക്കല്ലേ, അതും ജോലി കിട്ടിയതിന് ശേഷം ട്രീറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടല്ലോ. അതുകൊണ്ടാ ഓർഡർ ചെയ്തേ. നീ വാ, കഴിക്കാം നമുക്ക്. വാ അമ്മാവാ, ആഹാരം റെഡി ആയിരിക്കാം. വരൂ കഴിക്കാം. ശരി മോനെ. അമ്മായി വരൂ, വരൂ. വലിയ ഇത് എന്തിനാ മോനെ ഇത്? ഞങ്ങള് രണ്ടു പെണ്ണുങ്ങൾ വീട്ടിൽ ഇരിക്കുകയല്ലേ, പുറത്തുനിന്ന് വാങ്ങണമായിരുന്നോ? ഞങ്ങൾ ഉണ്ടാക്കുമായിരുന്നില്ലേ? അതൊന്നും കുഴപ്പമില്ല അമ്മായി. അവൾക്ക് റെസ്റ്റ് കൊടുക്കാൻ വേണ്ടി ഞാൻ ഹോട്ടലിൽ ഓർഡർ ചെയ്തേ. അല്ല, നന്നായിട്ടില്ലേ? ആ, വളരെ നന്നായിട്ടുണ്ട്. നന്നായിട്ടുണ്ട്. എന്തോ എങ്ങനെയോ അവളെ നീ തലയിലെടുത്ത് തന്നെ വെച്ചിട്ടുണ്ട്. ഇതൊന്നും അറിയാതെ നിന്റെ ഭാര്യ നന്നായി ആടുന്നുണ്ട്. അമ്മേ, ഞാൻ എല്ലാം പാകം ചെയ്യാനായിട്ട് റെഡിയാക്കി വെച്ചതാ. അതിനു മുന്നേ ഏട്ടൻ ഓർഡർ ചെയ്തു. അവള് കഷ്ടപ്പെടാതെ നിന്നെ കഷ്ടപ്പെടുത്തുവാ. നോക്കിക്കോ. അവരുടെ കുടുംബം, അവരുടെ പ്രശ്നം. ഇതിൽ നമ്മൾ സംസാരിക്കാൻ പാടില്ല. നീ കഴിക്കാൻ നോക്ക്. ശരിയേട്ടാ. ഓം സായിറാം, ഓം സായിറാം, ഓം സായിറാം. വലിയ എന്താ മോളെ? നിങ്ങളോട് പറയാതിരിക്കാനായിട്ട് ഒന്നും തന്നെ ഇല്ല വല്യച്ച. ഇവിടുത്തെ അവസ്ഥ ഒട്ടും ശരിയല്ല. അതാ പിന്നെ പറയാന്ന് വിചാരിച്ച്. കുഴപ്പമില്ല മോളെ, കുഴപ്പമില്ല. ഞങ്ങളോട് പറയാൻ മാത്രം എന്താ ഉള്ളത്? നിന്നെ വളർത്തി നല്ല രീതിയിൽ പഠിപ്പിച്ചു, നല്ല ഒരിടത്ത് കല്യാണവും കഴിപ്പിച്ചു. ഇനി നീയായി, നിന്റെ കുടുംബമായി. ഇപ്പൊ വന്നത് തന്നെ നിന്റെ അമ്മയുടെ പിടിവാശി. അതുകൊണ്ടാ. ഞങ്ങൾക്ക് എന്ത് അവകാശമുള്ളത് പറ. വലിയ പോയി ഉറങ്ങും മോളെ. നീ പോയി കിടന്നുറങ്ങ്. നിനക്ക് ശരിക്ക് ജോലിയുള്ളതല്ലേ. ഞങ്ങൾക്കെന്താ? രാമനാമം ജപിച്ച് അവസാന കാലം തള്ളി നീക്കണം. നീ പോ മോളെ, പോയി ഉറങ്ങ്.